കണ്ണടകളും പുസ്തകങ്ങളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. വായനയ്ക്ക് കണ്ണട ഉണ്ടാകുന്നത് ഒരു തരത്തിലൊരു ദൗർഭാഗ്യമാണ്. നല്ല തെളിച്ചത്തോടെ വ്യക്തമായ വായനയിലൂടെ ഈ സമൂഹത്തിലെ എല്ലാ മങ്ങിയ കാഴ്ചകളെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആർദ്രമവും ആഴത്തിലുമുള്ള വായന ഒരു സമൂഹത്തിന് അനിവാര്യമാണ്. ഓരോ കണ്ണടയും തിരയുന്നത് അക്ഷരങ്ങളെയാണ്, പുസ്തകങ്ങളെയാണ്. ഒന്നാലോചിച്ചാൽ കണ്ണടകൾ എന്നു മുതലാകും ഒരു വായനക്കാരൻ്റെ മൂക്കിനു മേലെ ചേക്കേറി അക്ഷരങ്ങൾ ചികഞ്ഞിട്ടുണ്ടാവുക. പണ്ട് ജരാനരകൾക്കും മുൻപും ശേഷവും നേത്രഗോളങ്ങൾക്ക് വൃദ്ധിക്ഷയം ബാധിച്ചു. കട്ടി കുറവുള്ള പ്ലെയിൻ കോൺവെക്സ് ലെൻസ് പുസ്തകത്തിന് മുകളിൽ വെച്ചാൽ അക്ഷരങ്ങൾ കുറേ കൂടി വലുതായി കാണാമെന്നും വായന കുറേ കൂടി എളുപ്പമാക്കാമെന്നും മനുഷ്യൻ കണ്ടെത്തി. ഞാൻ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ കോൺഫറൻസിൽ പോയി പറഞ്ഞത്, ഏത് മനുഷ്യനും ഒരു ഘട്ടമെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. കാരണം നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ കണ്ണട വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കണ്ണട വെച്ചവരാണ് ഇപ്പം ഞാൻ കണ്ണട വെക്കാൻ തുടങ്ങിയല്ലേ. ഇപ്പോൾ കണ്ണട വെച്ച് ഞാൻ പപ്പേട്ടനെ കാണുന്ന കാലം മുതൽ കണ്ണടയാണ്. അതുപോലെ തന്നെ മുകുന്ദേട്ടനെ കാണും മുതൽ കണ്ണടയാണ്, MT കാണും മുതൽ കണ്ണടയാണ്. അപ്പോൾ കണ്ണട ഏതൊരാൾക്കും ഒരു ഘട്ടത്തും അനിവാര്യമായി വരും. കാലാന്തരത്തിൽ പരിണാമത്തിന് വിധേയമായി കണ്ണടകൾക്ക് കാലുകൾ മുളച്ചു. അതങ്ങനെ അക്ഷരങ്ങൾ തേടി കേരള നിയമസഭയിലുമെത്തി. ആ സഞ്ചാരം രാജ്യാന്തര പുസ്തകോത്സവത്തിലെ പുസ്തകങ്ങൾക്ക് വേണ്ടി പാഞ്ഞു. അക്ഷരങ്ങൾ ചില്ലുപാളികളിലൂടെ അരിച്ചിറങ്ങി. പലപ്പോഴും കണ്ണട നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. പലപ്പോഴും അലസമായ മുറിയിലേക്ക് കയറി വരുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ കണ്ണട ടേബിളിൽ ഇരിക്കണ കാണുമ്പോൾ എടുത്ത് വെച്ചാൽ ദ ഫസ്റ്റ് ടെൻഡൻസി ഈസ് ടു റീഡ് സംതിങ്. അപ്പോൾ കണ്ണടയ്ക്ക് വായനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രത്യേകമായൊരു പ്രചോദനം കൂടിയാണ് കണ്ണട. സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് പുസ്തകങ്ങൾ. ആ സമൂഹത്തിലേക്കുള്ള നേർക്കാഴ്ച കണ്ണടകൾ ഒരുക്കി. മുഖങ്ങൾക്ക് ഭാവം നൽകി, കാഴ്ചകൾക്ക് മിഴിവേകി, അക്ഷരങ്ങൾക്ക് ദൃഢത നൽകി. നീണ്ടുകിടക്കുന്ന നിയമസഭാ മന്ദിരത്തിന്റെ അനന്തപഥങ്ങളിലേക്ക് കണ്ണട അങ്ങനെ നോക്കി. ഇനിയും എത്രയെത്ര കാഴ്ചകൾ, എത്രയെത്ര പുസ്തകങ്ങൾ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കാഴ്ചയുടെ പുതിയ വാതായനങ്ങൾ തുറന്നിടാൻ കണ്ണടയ്ക്കാകും, പുസ്തകങ്ങൾക്കും അതെ. അറിയാക്കഥകൾ അറിയുവാനും കാഴ്ച പോലെ തന്നെ സവിശേഷമായ അനുഭൂതി ആസ്വദിക്കാനും പുസ്തകം നിങ്ങളെ പ്രാപ്തരാക്കും. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.